സ്വലൈസിലൊക്കെ എൻ്റെ പുതിയൊരു വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുന്ന സംഭവം എന്തുവാന്ന്. ഞാൻ ഒരു ബ്രസീലിയൻ ടൈപ്പ് സെൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു സെൻസിയുടെ ഒരു ചെറിയ പാർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമോണ്. ഓക്കെ, ഈ ഒരു സംഭവം നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കുന്ന ഗൺസിലൊക്കെ യൂസ് ആവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഗൺസ് UMP XMB അങ്ങനത്തെ XMB എന്നില്ല ആ സംഭവത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡബിൾ ഷോട്ട് സിംഗിൾ ഷോട്ട് ആ സിംഗിൾ ഷോട്ടേ നിങ്ങൾക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. ഡബിൾ ഷോട്ടും പിന്നെ സിംഗിൾ ഷോട്ടും ഈ ഒരു ടൈപ്പേ പറ്റത്തുള്ളൂ. അതിനകത്ത് നിങ്ങളിങ്ങനെ പിടിച്ചിടാന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നി അത് രണ്ട് ഷോട്ട് എന്തായാലും ഹെഡ് കയറും. അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് നിങ്ങൾക്ക് ഫുള്ള് ബോഡി തന്നെ ഒട്ടിങ്ങിരിക്കും. അത് എങ്ങോട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യത്തില്ല. അതായത് ഒരു സ്ഥലത്ത് വെടി പോയാൽ ആ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് താഴോട്ടേ അത് കയറത്തുള്ളൂ. ആ ഒരു ടൈപ്പ് എന്തൊരു സംഭവമാണ്. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ മെയിൻ ഫോക്കസ് ഹെഡാണ്. അപ്പം ആ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. CS VR ഒക്കെ കളിക്കുമ്പം ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കസ്റ്റത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ കാര്യം പറഞ്ഞ് ഇങ്ങനെ കുളവാകുന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം സെൻസിയുടെ ഒരു പാർട്ടാണ്, നമ്മുടെ ബ്രസീലിയൻ സെൻസിയുടെ ഒരു പാർട്ടാണ്. ഈ ഒരു ബ്രസീലിയൻ സെൻസി വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ കാര്യം പറഞ്ഞ് കുളവാക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ 2K അടുത്ത് ആയിട്ടുണ്ട്. 1K നമ്മൾ പെട്ടെന്ന് അടിച്ചു. 2K ഇച്ചിരി ഡിലേ ആയി, കുഴപ്പമൊന്നുമില്ല. പെരിയൊന്ന് സപ്പോർട്ട് ചെയ്ത് വന്നാൽ മതി ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ തന്നെ നിർത്തുക. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ സെൻസി ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഹെഡ് കയറിയില്ല, ബോഡി ഒട്ടിപ്പിടിക്കുന്നു, സെൻസി കൂട്ടും. ഓക്കെ, കളിക്കുന്നു, വീണ്ടും തലയ്ക്ക് വെളുക്കുന്നു, സെൻസി വീണ്ടും കുറയ്ക്കും, കൂട്ടും. കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഹാൻഡ് സെറ്റ് ആവാതാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി പെടുന്നില്ല, നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് സെൻസി കണ്ടുപിടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സെൻസി ഉണ്ട്, അത് അത്യാവശ്യം ഹെഡ് കയറുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഹാൻഡ് സെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ അതിൽ തന്നെ കളിക്കുക. അത് മാറ്റേ ചെയ്യരുത്. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കിൽ ഒന്നാണത്. അതിപ്പോൾ എങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം കുറേ നാളുകൊണ്ട് എൻ്റെ ഈ ഒരു സെൻസി തന്നെയാണ് കളിക്കുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഞാൻ വീണ്ടും സെൻസി മാറ്റും, വീണ്ടും കുളമാവുക. അതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കളി അങ്ങോട്ട് ശരിയാവാത്തത്. ഓക്കെ, പിന്നെ വരുന്ന കാര്യമാണ് എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്. യൂട്യൂബ് ഷോർട്സിൽ കാണും, ഇല്ലെങ്കിൽ ഇൻസ്റ്റ റീൽസ് കാണും, കട്ട മൂവ്മെൻ്റ് ഇട്ട് ഫ്രീ സ്റ്റൈൽ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഓടുന്നത്. അവരൊരു 10 അടി അടിക്കും, അതിൽ നിന്ന് ഒരെണ്ണമായിരിക്കും കൊള്ളുന്നത്, അതിൻ്റെ വീഡിയോ എടുത്തിടും. നമ്മൾ അതേപോലെ അടിക്കാൻ നോക്കും, ഒന്നും കയറത്തില്ല, നമുക്ക് അവസാനം പണി കിട്ടും, അവന്മാർ നമ്മളെ അടിച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എയിം ഫോക്കസ് ചെയ്യുക. മനസ്സിലായോ? റേസ് സ്റ്റാറിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. റേസ് സ്റ്റാർ കൂടുതലും അവൻ്റെ എയിം ഫോക്കസ് ചെയ്തിട്ടാണ് റേസ് സ്റ്റാർ അടിക്കുന്നത്. റേസ് സ്റ്റാറിനെ പോലെ അവനല്ല പറഞ്ഞത്, എയിം ഇച്ചിരി കൂടെ ഫോക്കസ് ചെയ്ത് കളിക്കാൻ നോക്കുക. ഓക്കെ, അത് കീബോർഡ് മൗസിലും കൂടെ ആയതുകൊണ്ട് എയിം ഫോക്കസ് ചെയ്ത് കളിക്കാൻ നോക്കുക, ഓവർ മൂവ്മെൻറ്റ് ഇടാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ വേറൊരു സംഭവങ്ങളുണ്ട്. കുറേ ആൾക്കാരൊന്ന് ചോദിച്ചായിരുന്നു, അതായത് ഹൈ സെൻസി യൂസ് ചെയ്യുമ്പം പെതിയെ ഡ്രാഗ് ചെയ്യുക, ലോ സെൻസി യൂസ് ചെയ്യുമ്പം നല്ല പൊക്കി ഡ്രാഗ് ചെയ്യുക. ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ കീബോർഡ് മൗസിൽ വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മൂത്ത് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗിങ്ങിനെ പറ്റിയുള്ള വീഡിയോ നമുക്ക് അടുത്തോട്ട് ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് ഡ്രാഗ് എന്ന്. ഓക്കെ, അപ്പം ആ ഒരു സംഭവം ആലോചിക്കുക. പലതരത്തിൽ ഡ്രാഗുകളുണ്ട്. ആ ഡ്രാഗുകളെല്ലാം നമുക്ക് പഠിക്കണം, എനിക്കും പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ച് നമുക്കൊരു വീഡിയോ ഒന്ന് സെറ്റാക്കാം. വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി നേരെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള സെറ്റിങ്സിലേക്ക് പോകാം. നിങ്ങൾ പിന്നെ ഈ ഒരു മാപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അക്യുറസി നിങ്ങളുടെ ഇച്ചിരി കൂട്ടാനായിട്ട് വെക്കും. ഞാൻ ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യാറ്. പിന്നെ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണ്. അവിടെ കുറേണം MB40 പൊട്ടാസൊക്കെ എടുത്തുകൊണ്ട് പറന്നടിച്ച് വരും. നമുക്ക് അവിടെ ഹെഡ് പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ അത് ഏകദേശം ഇമ്പോസിബിൾ ആയിട്ടൊക്കെ തോന്നും. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ അനങ്ങാതിരിക്കുന്ന ബോട്ടുകളാണ്. അവരെ അടിച്ചിട്ട് ഒരു ഉപയോഗമില്ല. അവിടെ നമുക്ക് എല്ലാവർക്കും ഹെഡ് കയറും. അവിടെ ഹെഡ് കയറിയില്ലെങ്കിൽ നമുക്ക് എന്തൊരു കുഴപ്പമുണ്ട് എന്നങ്ങ് വിചാരിക്കുക. എനിക്ക് അങ്ങനെ ഹെഡ് കയറാറില്ല, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഇച്ചിരി കൂടെ ബെറ്റർ. ഇവിടെ ആകുമ്പോൾ മൂവിങ് ആയിട്ടുള്ള കുറച്ച് ബോട്ടുകളാണ്. ചില ആൾക്കാർ നമ്മളെ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മാപ്പ് വന്നിട്ട് നിങ്ങൾക്ക് കളിക്കാം. ഗൈഡ് 100K എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ മാപ്പാണിത്. നല്ലൊരു മാപ്പാണ്. ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ആക്യുറസി പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ അത്യാവശ്യം ഇതായിട്ട് കളിക്കുന്നുണ്ട്.
നേരത്തെ അത്ര ഇല്ലെങ്കിലും ഇപ്പം വലിയ ഇതില്ലാതെ ഒരു ഇതിലും കളിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലേ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സീക്രട്ട് സെറ്റിങ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഹെഡ് കയറുന്നോ ഇല്ലയോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുന്നൊന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. ബ്രോ വർക്കിംഗ് ആണ് ബ്രോ, 100% വർക്കിംഗ് ഇട്ടേക്കുക. ഓക്കെ, വർക്കാവും. നിങ്ങൾക്കൊരു മീഡിയ രീതി കളിക്കാറിയോ, ഇത് വർക്കായിരിക്കും. ഓക്കെ, നമുക്കതിനെ ഞാൻ കാണിച്ചു തരും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങൾ ഈ ഒരു എഡിറ്റർ ഓപ്ഷൻ വന്നിട്ട് ഇവിടെ ഒരു കീ ആഡ് ചെയ്യുക. ജസ്റ്റ് താഴോട്ട് ഇട്ടാണ് ഇവിടെ കണ്ടോ ലോങ് പ്രസ് ഗ്രൂപ്പ്. ഇതിൽ വന്നിട്ട് ഹോട്ട് കീ നമ്മുടെ മൗസ് നമ്മൾ വെടിയിക്കുന്നില്ലേ ആ ഒരു സംഭവം ഫയർ ബട്ടൻ്റെ സാധനം സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഫയർ ബട്ടൺ എടുത്തോട്ട് വയ്ക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം റൈറ്റ് ഫയർ ബട്ടൺ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അതാകുമ്പോൾ ഇച്ചിരി കൂടെ ഹെഡ് കയറും. ഈ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ 1 2 3 4 കീ ഇതേപോലെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എല്ലാ കീയും മൗസ് ലെഫ്റ്റ് ആക്കി വയ്ക്കുക. എല്ലാം അല്ല 3 എണ്ണം. ഓക്കെ, ഇതാണ് ഇതേപോലെ മൗസ് ലെഫ്റ്റ് കണ്ടോ. എന്നിട്ട് ലാസ്റ്റ് എത്തത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ഫ്രീ ലുക്ക് FSV അല്ല ഫ്രീ ലുക്കിൽ പോയിട്ട് ഇവിടെ കണ്ടോ ഹോട്ട് കീ MT ആയിട്ട് ഇടുന്നത്, അതിനെ ഇതേപോലെ മൗസ് ലെഫ്റ്റ് ആക്കുക. എന്നിട്ട് ഈ മൗസിനെ അതിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോഴേ അതിനകത്ത് അങ്ങ് മുങ്ങി പൊക്കിയോളും. കണ്ട ഇത് കൊണ്ട് വയ്ക്കരുത്, ഇത് കൊണ്ട് വെച്ചിട്ട് ഇത് കൊണ്ട് വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ആ ഒരു കളി ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഞാൻ തന്നെയാണ് കളിച്ചത്, ഇതുപോലെയൊക്കെ കളിക്കാൻ വെക്കും. ഇതിന് ബാക്കി ഇനി വീഡിയോ ഉണ്ട്, ബാക്കി വീഡിയോ ഇട്ട് എനിക്ക് ഷോർട്സ് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ബാക്കി കാണിക്കാത്തത്. ഇനിയുണ്ട്, ഇത് മൊത്തം ആൾക്കാർ ഞാൻ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും എത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്ത് സബ് ചെയ്യുക. എനിക്ക് വേറൊന്നും പറയില്ല. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, പനിയായിപ്പോയി. ഇന്നാണ് ഇച്ചിരി ശരിയായത്, അപ്പോൾ വീഡിയോ ഇട്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഡെയിലി വീഡിയോ വരുമായിരിക്കും എന്നല്ല, വരും. ഇനി എനിക്ക് പനിയൊന്നും വന്നില്ലെങ്കിൽ ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും എത്രയുള്ളൂ. അതൊരിക്കലും നമുക്ക് പിന്നെ കാണാം. ബൈ.